ഹേ ഗായ്സ്, ലൂസ് മർക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ MCRP എന്ന് പറഞ്ഞ ഒരു സെർവറിലാണ്. ഓക്കെ, ഒരു ട്രോൾ സെർവറാണ്. മോഡേൺ എറ പോലത്തെ നിങ്ങൾ അറിഞ്ഞു കാണും മോഡേൺ എറ എന്ന കാര്യം. സോ അതുകൊണ്ട് നമ്മൾ പുതിയൊരു ട്രോൾ സെർവറായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിൽ AK7 ഒന്നുമില്ല, ന്യൂ മെമ്പേഴ്സാണ്. എനിക്കറിയാതെ എന്താ പറയുക, ഇവിടെ ഒരാൾ എഴുതിയിരുന്നു ഫൺ ബ്രോ എന്ന് പറഞ്ഞ പ്ലെയറും ഫൺബ്രോയും പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റിയിലെ മെമ്പേഴ്സും ആരൊക്കെയാണെന്ന് വെച്ചാൽ ആൻഡ്രേബിയും TV ചീഫ് ഉണ്ടോയെന്ന് തോന്നുന്നു, അറിയില്ല. TV ചീഫ് ഉണ്ടെങ്കിൽ ഉണ്ട്. പിന്നെ മോട്ടോ KG ഞങ്ങളിത്ര പേരാണ് ഇപ്പോൾ സെർവറിൽ അങ്ങനെ വന്നത്. ഓക്കെ, നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ റെക്കോർഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് മഴ എന്ത് ചെയ്യുമല്ലേ. നമുക്ക് എവിടെയെങ്കിലും പോയി കിടക്കാനുള്ള സെറ്റ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്കും വന്നു. അപ്പോൾ ഗൈസ് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇതാണ് ഇവിടുത്തെ സ്പൂണെന്ന് തോന്നുന്നു. ഇതും കണ്ടല്ലോ, ഒരു ട്രോൾ സെർവറാണ്. ട്രോൾ സെർവർ തന്നെ MCRP എന്ന് പറഞ്ഞു. MCRP തന്നെ MCRP. ഓക്കെ ഉണ്ടല്ലോ, കൊള്ളാമല്ലോ, നൈസ്. നമുക്ക് ഇവിടെ ഉള്ള ആദ്യത്തെ ആളെ വീട് കാണാം. അവിടെയൊക്കെ കപ്പ നമുക്ക് അങ്ങോട്ടൊക്കെ പോകണം. അങ്ങോട്ട് പോയി സെറ്റാക്കാനാണെന്ന് തോന്നുന്നു. അവിടെ മട്ടൻ മുറിച്ച് ചെയ്യുന്നുണ്ട്. ഉള്ള നൈസ്. റൈറ്റ് രാത്രിയായോ ഇല്ല ഉണ്ടല്ലോ. പാർക്കോഡ് ചെയ്യാനോ നൈസ്. ഉണ്ടല്ലോ അവിടെ ഒറ്റയടിക്ക് ചാടി ഇത് ചെയ്യാനോ പാർക്കോഡ് ചെയ്യാതെ പോയല്ലോ. ഇതാണ് ഗൈസ്. ഇവിടെയൊക്കെ എന്തെങ്കിലും രോഹിത് എന്ന് പറഞ്ഞ ഒരു പ്ലെയർ, രോഹിത് എന്നാണ് ആദ്യം കളിച്ചത്. രോഹിത് എന്നാണ് ഇവിടുത്തെ പ്ലെയറെ പേര്. ഓക്കെ, രോഹിത് എന്ന് പറഞ്ഞ യൂട്യൂബറെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും നോക്കാം. ലൈസ് ഞാനേ ഇത് രാവിലെ ആകാണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഒത്തിരി പണിയാവും. ഞാൻ ഈ റെക്കോർഡ് നിൽക്കണം വേണ്ട, അല്ലെങ്കിൽ നല്ല പണിയാണ്. നിന്നാൽ പിന്നെ എടുക്കാൻ നല്ല പണിയാണ്. അപ്പോൾ കൊണ്ടല്ലോ നല്ല മഴ, ഇടിവെട്ടും മഴയൊക്കെയാണ്. അപ്പോൾ മഴ എന്തെങ്കിലും ചെയ്യും വെക്കാൻ നമുക്ക് മഴത്തിനെ പോലും എടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ രോഹിത് എന്ന് പറഞ്ഞൊരു പ്ലെയർ വീട്. നമുക്കൊന്ന് കറങ്ങാം. ആ വീഡിയോയിൽ കണ്ടുകൊണ്ടെന്ന് തോന്നുന്നു, സ്പോയിലറെല്ലാം തോന്നുന്നു. അപ്പോൾ നോക്കാം. ഉണ്ടല്ലോ ടേബിളൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെയറുണ്ട് ഇരിക്കാൻ. ചെയർ ഞാൻ തോന്നുന്നു അതാണ് ഇരിക്കാൻ പറ്റുന്നില്ല, നമുക്കറിയില്ല. മേലെ നമ്മളിപ്പോൾ അവിടെ കിടക്കാൻ നോക്കിയെന്തായാലും കാണാം. ഇവിടെയൊക്കെ ചെയറൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ എന്തത് ബാത്റൂം ഒന്നുമല്ലല്ലോ. ഇവിടെ എന്നിട്ട് കൂടി കുളിക്കാൻ ആവുന്നാവൂലെന്ന് വിചാരിക്കുന്നില്ലേ ഗൈസ്. ഓ ഇത് കുഴപ്പമില്ല. ഗൈസ് കണ്ടല്ലോ, ഇതെന്തോ എന്ത് നടക്കുന്നു. എൻ്റെ ലൈഫ് കുറവോ. ഈ ചിക്കൻ എടുത്ത് തിന്നാം, ചിക്കൻ എടുത്ത് തിന്നാം. ഫുഡില്ല തൊട്ട്. ഓക്കെ, ഇവിടെ വേണേൽ പാർക്കോഡ് ഒന്നുകൂടി കാണിക്കാം. ചിറ്റി ഫസ്റ്റാണ് പാർക്കോഡ് ആക്കി. ഓക്കെ ഉണ്ടല്ലോ. നമുക്കിനി ഇവിടുത്തെ സ്പൂണൊക്കെ കാണാം. ഇത് നല്ല സെർവറാണെന്ന് തോന്നുന്നു. സിറ്റി ബിൽഡാണ്, സിറ്റി സെർവറാണ് ഉണ്ടല്ലോ. അവിടെ സ്പൂണ്, ഈ സ്പൂൺ ബിൽഡൊന്ന് കാണോ ഉണ്ടല്ലോ. നൈസ്. ഇവിടെ ഞാൻ വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. MCRP താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ലൈക്ക്. സോ ഗൈസ്, ഈ വീഡിയോൻ്റെ അടിയിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് ലൈക്ക് ഒന്ന് അവിടെ കൊടുത്ത് വെച്ച്. പിന്നെ ഗൈസ്, നമുക്ക് ഈ സെർവറിൽ കളറുണ്ട്. റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് ഒരു നമ്മുടെ ട്രോൾ സെർവറാണ്. ഞാനല്ല ഓണർ ആരോ ആണ്. മേഹറൊക്കെ നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, ഓണർ ആരോ ആണ്. ഫുഡ് ഉണ്ടെങ്കിലാണ് എന്നെ കൊന്നി. ഞാൻ നല്ല ഫുഡ് ഉണ്ടാകുന്നു. അപ്പോൾ കണ്ടല്ലോ, ലേലായി ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ലൈക്ക് ടാർഗറ്റ് ഒന്നുമില്ല, നമ്മൾ എത്രയ്ക്ക് തിരിച്ചൊന്നുമില്ല. 46 സബ്ബുകളിൽ ആയത്. ഈ വീഡിയോ എടുക്കുമ്പോൾ എത്രയായി നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. 46 തന്നെ ആവാനോ സാധ്യത. നമുക്ക് അത്ര ന്യൂബാണല്ലോ. എന്താ പിന്നെ കിട്ടാത്തേ. ഇന്ന് കിട്ടും. ഓക്കെ, അതിന് കൊന്നു ഉണ്ടല്ലോ. ഞാൻ 2 സ്പീക്കറാണ്. ഓക്കെ, സ്പീക്കല്ല സോറി. സ്പീക്കും ഇതിന് തന്നെ പറയാൻ തോന്നുന്നു. സ്പീക്കും ഒന്നാണെന്ന് തോന്നുന്നു, അറിയില്ല. ഓക്കെ, എൻ്റെ ഹെഡ്ഫോണൊന്നും ശരിയല്ല, ചെറിയ ലൂസാണ്. അല്ല ഓക്കെ
ഒക്കെ കണ്ടല്ലോ. ഞാൻ അയച്ചൊരു ഇതിൻ്റെ ഫോണല്ലായിരുന്നു. അതുകൊണ്ട് കണ്ടല്ലോ NCRP അവിടെ ലേക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കഫ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കേട്ട് കണ്ടല്ലോ. കേക്ക് കഫേ കേക്കാണെന്ന് തോന്നുന്നു, അറിയില്ല. കണ്ടല്ലോ നല്ല ക്യൂട്ട് കഫേ. ഇവിടെ ഇരിക്കാൻ അത് പറ്റൂലപ്പോൾ. കാരണം എന്താ പറയുക, കാൽമുട്ടിന് ചെറിയൊരു സർജറി കൊടുക്കണം, അതുകൊണ്ട് ഇരിക്കാൻ പറ്റിയില്ലപ്പോൾ. ഉണ്ടല്ലോ നൈസ്. ഇതാ ഇവിടെ ഇരിക്കാം. കേക്ക് ഷോപ്പ് തന്നെ ആവാനാ സാധ്യത. പിന്നെ ഗൈസ് ഈ 2 പേര് നമുക്ക് വീട്, ഞാൻ ഇതുവരെയും എത്ര പേരാണ്, 1 2 3 പേരൊക്കെ വീടുണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് കാണാം. ഞാൻ കണ്ടതാണ്, നിങ്ങളെ കാണിക്കണം. നമ്മുടെ സ്ഥലവും കാണിച്ചു തരാം. ഗൈസ് ഇവിടെയാണ് നമ്മുടെ സ്ഥലം. അതല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫോണെന്ന് പറഞ്ഞ യൂട്യൂബറെ വീടാണ് അത്. കണ്ടല്ലോ നൈസ്. ഇവിടാണ് നമ്മുടെ വീട്. ഇത് മുതൽ അവിടെ വരെ ഞാൻ ഏറ്റെടുക്കുന്നു. അതിനനുസരിച്ച് 50 ഡയമണ്ട് എത്ര, 50 സ്റ്റാക്കാണ്. 5 സ്റ്റാക്ക് ഡയമണ്ടും ഒരു 6 ബ്ലോക്കുമാണ് കൊടുക്കുക അതിന് വേണ്ടി. കണ്ടല്ലോ എന്താ ഇത് ലാഗ് അടിച്ച് ഒരാണ്. അതാണ് ഫണ്ണൂറോൻ്റെ വീട്. ഫണ്ണൂറോടെ വീടാണ്. ഇന്ത്യയിലൊന്നും ചെയ്തിട്ട് ഇതിന് മെയിൻ കഥാപാത്രമായിട്ട് TBTC മറിക്കും. ആൻഡ്രോബിയുടെ വീട് നോക്കാം. അപ്പോൾ നൈസ് വീട്. അത് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് TV ആണ് തോന്നുന്നു. ഇവിടെ എന്താ പുറത്തുള്ളത് വെച്ചിങ്ങനാവും. എന്തെങ്കിലും ആഡോ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? ഇതെന്തോ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇരിക്കാനുള്ള സെറ്റപ്പാണ് കവി. നല്ല നൈസ്. ഇങ്ങനെ എടുത്തേക്കാം. മടക്കാൻ പറ്റിയ എടുക്കും പിള്ളേർ ഓലപ്പടക്കം ഇട്ടുകൊണ്ടാണ് വെച്ച. ഓക്കെ കണ്ടല്ലോ. അവിടെ 2 സ്റ്റെയർ മറ്റേ ഹാൻഡ് കളർ. ഇവിടെ ഈ വീട് ഡാർക്ക് ഗ്രീൻ തന്നെയാണ് തോന്നുന്നത്. കളർ കണ്ടിട്ട് ഡാർക്ക് ഗ്രീനോ. അതിൻ്റെ കാർപ്പറ്റ് എവിടുത്തെ ന്യായം. പിന്നെ മോളെന്തൊക്കെ ഉണ്ട്, മോൾക്ക് പോകാനുള്ള സ്റ്റെപ്പ് കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ എത്ര പേരെ ഹൗസ് നമ്മൾ കണ്ടു. ഇതോടെ കണ്ടല്ലോ ക്ലോസ്. പിന്നെ ഇവിടെ ബെഡ്റൂം. ശരിയെന്നാ കണ്ടല്ലോ. എനിക്ക് ദേഹമൊന്ന് കുറവാണ്. ഓക്കെ നമുക്ക് നമ്മുടെ ഹൗസിൻ്റെ പണിക്ക് കിടക്കില്ല. നമുക്ക് ബിൽഡ് ചെയ്യണം. പിന്നെയും ബിൽഡ് ചെയ്യാനൊക്കെ പോകുന്നത് മോട്ട് നേരമാക്കാം. അവൻ്റെ വീട്ടിൽ നേരമാക്കാം. എന്താ സംഭവം കുറച്ചൊന്നും പറ്റില്ല. അവന് വയസ്സുണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് ഈ ഹൗസ് ഉണ്ടാക്കിയിട്ട് കാണുന്നതല്ല. നമുക്ക് ഈ ഹൗസ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കാം. ഇത് ബ്രേക്ക് തന്നെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അത് മുതൽ ഇവിടെ വരെ ഒരു ഇതാണ്. ഞാനിവിടെ മുഴുവൻ കുളിച്ചറിയാൻ കുളിച്ച് നമുക്ക് ഫ്രഷാക്കി എടുത്തതാണ്. ഓക്കെ അതുകൊണ്ടിങ്ങനെ. പക്ഷെ എൻ്റെ വീടിൻ്റെ നടുവെന്ന് പറയാൻ പറയാം. പക്ഷെ ഇതിവിടെ ഒരു പൊന്തി കിടക്കുന്ന ഒരു സെറ്റാണ് ഇവിടെ. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാൻ വീടുണ്ടാക്കിയിട്ട് നിങ്ങളെ അറിയിക്കാം. ഹലോ ഗൈസ്, ദോസ്തന്മാർക്കുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം MCRPയിലാണ്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് MCRP എന്നൊരു ബോർഡൊക്കെ ഉള്ള ഒരു ന്യൂ ട്രോൾ സെർവറാണ്. ഞാനിപ്പോൾ പറഞ്ഞു മാറിപ്പോയി ഗൈസ്. ഞാൻ കുറേ റെക്കോർഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീടുണ്ടാക്കി. ഞാൻ അതാ പറയണ്ടേ, മറന്നുപോയി ഗൈസ്. എന്ത് ചെയ്യാനാണ്, ഞാനേ ഒന്ന് ഫസ്റ്റ് ഇതുവരെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് ഓർമ്മയില്ല. എൻ്റെ വീടാണ് ഗൈസ്. ഞാൻ വീടുണ്ടാക്കി കണ്ടല്ലോ. ഇവിടെ മറ്റേ ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ചെയ്തു. അഞ്ചര കണ്ടല്ലോ, ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ചെയ്തു. അവിടെ അതാ നമ്മുടെ ഫണ്ണൂറോൻ്റെ വീട്. അങ്ങോട്ട് എങ്ങനെയാണോ കയറുന്നത് എനിക്കിപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല. ഈ പൂജ അവിടെ കയറില്ല. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ വീട്. ഇവിടെ ഇരിക്കാൻ മറ്റേ ചില്ലിങ് ഏരിയ ഒക്കെയാണ് ഗൈസ്. കണ്ടല്ലോ ചില്ലിങ് ഏരിയ. ഇവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. ആകെ കിടു അയക്കുന്ന വീട്. നമുക്കിവിടെ 2 പോളിഷൊക്കെ അല്ല ഗൈസ്. അങ്ങോട്ട് കണക്റ്റ് ആവുന്ന രീതിയിൽ. ഓക്കെ
അപ്പോൾ അതാണ് കഴിച്ച് എൻ്റെ വീട് സെറ്റല്ലേ കഴിച്ചിട്ട്. അവിടെ ചിമ്മിണിയൊക്കെ ഉണ്ട്, നമുക്ക് ചിമ്മിണീൻ്റെ അവിടെ കാണാൻ വരുന്നത് നോക്കാം. ചുമ്മായിരുന്നോക്കാം. ഈ ഡിസൈൻ ആക്കിയിട്ടുണ്ട്. ഇതിനെ ചെയിൻ ഡിസൈൻ വെക്കേണ്ടി ഈ ഡിസൈൻ പിന്നെയും കാക്കെല്ലാം മേടിച്ചു. അപ്പോൾ ഇതിങ്ങോട്ട് മേലെ കയറിയ എൻ്റെ റൂം കണ്ടല്ലോ. അതാണ് 2 റൂമുണ്ട്, ഒന്ന് അവിടെയും ഇവിടെയും. പിന്നെ ലൈറ്റ് ഡിസൈനൊക്കെ ഉണ്ട്. എന്താ ഏതവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും എല്ലാം ഉണ്ട്. ഇവിടെ എനിക്ക് മറ്റേ ഫണൂറോ എൻ്റെ ഫണൂറോ അല്ല 20 പ്ലേസ് എൻ്റെ ഇത്തിരി സ്ഥലം വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് തിരിച്ച് നമുക്ക് നോക്കി. അത് അതിൻ്റെ ഇത്തിരി അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള. അപ്പോൾ അത് എടുക്കണം എനിക്ക്. അതിൻ്റെ പൈസ അവൻ തന്നിട്ടുണ്ട്, റൂമിൽ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി അവനിക്കൊരു സ്റ്റാക്ക് ഡയമണ്ട് തന്നു. അവിടെ ഉണ്ട് അവിടെ അവൻ്റെ അവിടെ ഒരു സ്റ്റാക്ക് ഉണ്ട്. പിന്നെ അവിടെ ഒരു സ്റ്റാക്ക് 5 സ്റ്റാക്കിനെ ഞങ്ങൾ ഡീല് ചെയ്ത് തോന്നുന്നു. പിന്നെ 4 ഡയമണ്ട് ബ്ലോക്കും 4 സ്റ്റാക്ക് ഡയമണ്ട്, 1 സ്റ്റാക്ക് ഡയമണ്ട് ബ്ലോക്കും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അറിയില്ല. അതിനൊക്കെ ഇപ്പം 4 സ്റ്റാക്ക് ഇത് തോന്നി ഞാൻ. അപ്പോൾ കഴിച്ച് എൻ്റെ വീട്ടിലത്തെ ഇവിടുത്തെ 2 റൂമും വിശദമായിട്ട് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചു തരാം. എനിക്ക് ഇനാഗ്രേഷൻ്റെ വീടിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ട്. അടുത്ത എപ്പിസോഡ് എൻ്റെ വീടിൻ്റെ ഇനാഗ്രേഷനാണ്. അപ്പോൾ അതിൽ വിശദമായിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം. ഓക്കെ, റാം 4 GB ആവും, അല്ലെ 2 GB ആവും. ഓക്കെ, ഞാൻ ഈ വീട് ഉണ്ടാക്കിയത് 5 ദിവസം കൊണ്ടാണ്. കാരണം അത്രക്കും നല്ല ഇത്തിരി പണി പാടുപെട്ടു. ഈ വീടിക്ക് എങ്ങനെ കയറാന്ന് എപ്പോഴും പിടി കിട്ടിയിട്ടില്ല. ബാക്കിയിൽ എന്തെങ്കിലും ആവോ, ഇവിടെ അല്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത്രേ ഉള്ളൂ എൻ്റെ വീട്. നമുക്കൊന്ന് ബാക്ക് ഒന്ന് പോയി നോക്കാം. ഞങ്ങളുടെ വീട് അടുപ്പിച്ച് നമുക്ക് ഇത്തിരി സ്ഥലം കൂടി എനിക്ക് ഈ വീടിനെ ഒഴിവാക്കിയിട്ട് പുതിയ സ്ഥലമൊക്കെ വാങ്ങിക്കണം കഴിച്ചു. ഈ സ്ഥലം പോയാൽ നമുക്ക് അതല്ല കഴിച്ച് അവിടെ ജസ്റ്റൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ കയറാം. ഈ മരം അവിടെ 2-3 മരമൊക്കെ വെച്ചിട്ട് ഇപ്പം ആക്കിയിട്ടുണ്ട്. ഇവിടെ കിടക്കുന്നത് അവിടെ നോട്ടെ എക്സ്ട്രാ ബോണസ് കിടക്കാം. എക്സ്ട്രാ ബോണസാണ് ഗൈസ്. പുതപ്പാണ് പുതപ്പ്. അവനിക്ക് ഞാൻ ഫ്രീ ആയിട്ട് പുതപ്പ് കൊടുത്തത്. അവൻ്റെ അതിൻ്റെ കുറച്ചും കൂടി ഒക്കെ ശരിയാ. അങ്ങനെ കണ്ടോട്ടെ. ഞാനാണ് അവർക്ക് വീട് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അതാണ് ഗൈസ് പണ്ട് പറയുന്ന ചോറ വീട്. ഞാൻ ഈ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആർക്ക് റെക്കോർഡ് നോക്കിയിട്ടില്ല. ഫണൂറോടെ വീട്. പിന്നെ ആൻഡ്രിയ ബി ഉണ്ടാക്കിയിട്ടുണ്ട് വീട്. എന്താണോ അത് നല്ല ചർച്ചയാണ്. എനിക്കിവിടെ ഒരു ട്രെയിൻ സെറ്റപ്പ് ചെയ്യണം. സൈസ് സെറ്റപ്പ് സ്പീഡിൽ അങ്ങോട്ട് തോയാൻ പറ്റിയ സെറ്റപ്പ് എന്തെങ്കിലും ചെയ്യണം. നല്ല നടന്നു പോകാൻ തന്നെ നല്ല സമയം എടുക്കും. ഇതാണ് ഗൈസ് ആൻഡ്രോയിഡ്. അതന്നെയല്ലേ തോന്നുന്നു. അത് ആൻഡ്രോയിഡ് FPS കിട്ടി യൂസ് ചെയ്യുന്നതാണ്. കണ്ടല്ലോ എന്ത് കണ്ടോ? നല്ല ഭംഗിയുള്ള കാര്യം കണ്ട ഗൈസ്. അത് ഇവിടെ ഒരു ചർച്ചയാണ്. അവിടെ പോയി കണ്ടല്ലത്. ഇതാണ് ആൻഡ്രിയോയുടെ വീട്. കണ്ടല്ലോ ഇതാവും. ഈ ക്ലാസ് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ ഇല്ലെന്നാ തോന്നുന്നത്. അല്ലേ, ഈ ക്ലാസ് മൈൻക്രാഫ്റ്റിൽ ഇല്ല. ഇവൻ മോഡ് അയച്ചിട്ട് അവിടെ ഇതാകുന്നു. അവിടെ ടിവിയിൽ റിമോട്ട് എവിടെയാണെന്ന് അറിയില്ല. അത് ജാപ്പൻ സ്റ്റൈലിൽ ഇരിക്കാൻ ഈ വീഡിയോ ഇനാഗ്രേഷൻ സെറ്റ് വലിയ നല്ല വലിയ വീടുകൾക്ക് ഇനാഗ്രേഷനൊക്കെ ഉള്ളത്. ഹോട്ട് സ്പ്രിങ് അവിടെ ജപ്പാനീസ് ഡിസൈനാണെന്ന് തോന്നി. അതുകൊണ്ടൊന്നും ഇരുന്നത്. അവിടെ ബെഡ്റൂമൊക്കെ സെറ്റാക്കി അത് നമ്മൾ കണ്ടു. നാളെ ഒന്നുകൂടി കാണാം. അവിടെ ബാത്റൂം നമ്മൾ വരുമ്പോൾ അവിടെ സെറ്റാക്കിക്കൊണ്ടിരുന്നു. ഒന്നുമല്ല, ബാത്റൂം എന്തിനാ റൂമിൻ്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത്. ഇവിടെ എന്താ ഹനുമാൻ്റെ കളർ വെച്ചിട്ട് ലൈറ്റ് ചെയ്യിപ്പിച്ചത്. ഹലോ കണ്ടല്ലോ. അതാ ഇങ്ങോട്ടൊക്കെ വയ്യുണ്ട് നമുക്ക്. ഞാൻ ഇലക്ട്രോഡ് ഉണ്ട്, പക്ഷെ റോക്കറ്റ് ഇല്ല. റോക്കറ്റ് തിരിച്ചുള്ള ഇവിടെ പറന്ന് കളിച്ച് അവിടെ സ്പോണിലുണ്ടാകാൻ സാധ്യത ഉണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. അങ്ങനെ റോസ് അവൻ്റെ എല്ലാ പൈസ ഇറക്കിയിട്ടാണ് കഴിച്ചത്. അവൻ്റെ അവിടെ സ്ഥലവും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ചാരിറ്റി പ്രശ്നമായിട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. റോക്കറ്റ് ഉണ്ടാവും എന്നാ പറഞ്ഞു. അത് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ആ പിങ്ങടിച്ചതാ കൊണ്ട് റോക്കറ്റ് ഒരു സ്റ്റാക്ക് കിട്ടി. അതിൻ്റെ എക്സ്ട്രാ ഫ്രീ ആയിട്ട് ചെയ്ത് വെച്ചു. അവിടെ ഭാഗം വെച്ച് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഇലക്ട്രോണിക് എങ്ങനെ ചെയ്യുന്ന അറിയില്ല.
ഇതേത് റോക്കറ്റാ? ഫയർ വർക്ക് റോക്കറ്റ്. അതൊക്കെ ഇവൻ ഏത് റോക്കറ്റൊക്കെ എടുത്ത് വെച്ചിക്കണേ? ഫയർ വർക്ക് റോക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. റോക്കറ്റ് എന്റെ അമ്മേ, ഞാനും ആദ്യം നെട്ടിപ്പോയി. ഇതുകൊണ്ട് എങ്ങനെ പോവാൻ അമ്മേ? അത് പറന്ന് വിളിക്കേ തപ്പ് തോന്നിന്നാ ഇങ്ങനത്തെ ഇവിടെ. ഇതെന്തത്? എന്തൊക്കെ എന്തൊക്കെ ഇവിടെ ഇരുമിനാണ്ടി ആയിക്കോല്ലോ. അങ്ങനെ ഞാനിവിടെ എങ്ങനെ എന്താ സംഭവം ഒന്ന് മാറും. ഓക്കെ, അപ്പൊ ശരിയായി. ഇരുമിനാണ്ടി പിടിച്ചത് സർവറിന്. എന്നാലും അവൻ ഫയർ വർക്ക് റോക്കറ്റ് ഒക്കെ വെക്കണം എന്തിരുന്നു? ഇവൻ പൈസ വെച്ചിട്ടൊന്നും കാര്യമില്ല. മറ്റേ പടക്കം വെച്ചിരുന്നു, വാണം വെച്ചിരുന്നു. മറ്റേ റോക്കറ്റ്. ആ റോക്കറ്റ് വെച്ചിരുന്നു. സ്പൂണിതാ ലൈക്ക് എന്ന് എഴുതിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. സർവർ ആകെ ഇരുമിനാണ്ടി പിടിച്ചിരിക്കുന്നു. നമുക്ക് അതിന് ഇവിടെ എന്തോ എന്നെ വിളിച്ചിരുന്നു. ഇവിടെ ആൻഡ്രോയിഡ് പുതിയ ഷോപ്പൊക്കെ ഉണ്ടാക്കി. ആ ഷോപ്പ് എന്താ എനിക്ക് 100 സബ് പിടിച്ചു. ഓ, കൺഗ്രാജുലേഷൻ ഉണ്ടോ? എൻ്റെ കൈ കണ്ടല്ലോ നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ വീട്. മിനാണ്ടി ഇവിടെ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. അല്ലേ ലാപ്പിലെ മാക്ബുക്ക് ആണെന്ന് തോന്നുന്നു ഗൈസ് ലാപ്ടോപ്പ്. ഇവിടെയാണ് ഇത് ഡ്രസ്സിങ് ഷോപ്പാണ് ഗൈസ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഡ്രസ്സിങ് ഷോപ്പ് റിസപ്ഷനൊക്കെ കണ്ടിരിക്കുന്നത്. അതാണ് അവിടെ ലാപ്ടോപ്പ്. ടവർ പേപ്പർ ടവർ ഡിസൈനാണ്. ബൂട്ട് സെക്ഷൻ. ഇതെന്താ? സൂപ്പർ ഹീറോ ക്യാപ്പ്. സീൻ അഡേറ്റർ ബുക്ക് തോന്നാവൻ. ആകെ ഇവിടെ മാസ്ക് അയ്യലും കൃഷ്ണൻ വെച്ച് മാസ്ക് വെക്കുന്നു ഗൈസ്. സ്പേസ് ഹെൽമെറ്റ്, റോളക്സ്, സ്മാർട്ട് വാച്ച്, ജി ഷോക്ക്. ബാക്കി എന്താ അവിടെ? ബാക്കി ഇനിയും കുറേ വാച്ചുണ്ടല്ലോ അവിടെ. ഡ്രസ്സിങ് ഷോപ്പിൻ്റെ ഒക്കെ അവിടെ. എന്താ അവിടെ? അതിൻ്റെ ഡ്രസ്സിൻ്റെ ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. കുറച്ച് വേണം. ഇല്ല, ഇപ്പോൾ ട്രിമ്മൊന്നുമില്ലേ? ഇതെന്ത് ഈ ഡ്രസ്സല്ലല്ലോ ഇത് കാണുന്നേ? ഇവിടെ കളർ മാത്രമേ ഉള്ളല്ലോ, ഇവിടെ അതല്ലല്ലോ. അതിന് വ്യത്യാസമുണ്ട് ഗൈസ്. നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. ഇവിടെ നമുക്കൊരു ഇതൊക്കെ ഉണ്ടാക്കണം ഗൈസ്. ഇവനൊക്കെ ഇത് എങ്ങനെ തോന്നി എങ്ങനെയാ ചാവാനാ? നിന്റെ ലിഫ്റ്റ് ശരിയല്ല. കാര്യം കണ്ടില്ല ഗൈസ്, ഞാൻ ചാവുന്നു. ശരിയല്ല. എന്നാ എനിക്കൊരു സ്റ്റെപ്പും കൂടി ഉണ്ടാക്കാമായിരുന്നു. എത്ര ഇതാകില്ലായിരുന്നു. എനിക്ക് അങ്ങോട്ട് തന്നെ പോവാം. അവിടെ എന്താ എന്താ സംഭവം? അവിടെ മറ്റേ ഫയർ സ്റ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ആർക്കാണിത്? ഇവിടെ കൂടോത്രം നടക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ വീടിൽ അവിടെ ഒരു കൂടോത്രം നടന്നിട്ടുണ്ടെന്ന് കാണിച്ചേ. ഈ ഫയർ വർക്ക് റോക്കറ്റ് ആണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ. മറ്റേ റോക്കറ്റ് ഒന്നുമല്ല ഇത് കാണി. സ്വിമ്മിങ് പൂളായിട്ട് വലുതേ ആണ് അവിടെ. ഇവിടെ ഇതാ മറ്റേത് ഇവിടെ വളാണ്ടോ. ഇവിടെ ഒരു കൂടത്തും ഇവിടെ തുറക്കാനും പറ്റുന്നില്ല. ആൾക്കാർ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാം കാണിക്കും തോന്നുന്നു. മറ്റേതൊക്കെ ഞാൻ കാണിക്കും തോന്നുന്നു. അതിൻ്റെ ലിഫ്റ്റ് കണ്ടാ. ഈ റോക്കറ്റിൻ്റെ പ്രശ്നം അതാണ്. ഇന്നത്തെ ഉള്ളൂ വീഡിയോ. ബൈ. ഓ ബൈ ഗൈസ്. ഉറക്കം നിർത്തല്ലേ? നമുക്ക് നിർത്താം. എന്താ അതും കൂടി നോക്കാറുണ്ട്. ഇതും കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം. അവിടെ എന്തോ ആണ്. പിന്നിപ്പോൾ ഞാനിങ്ങനെ എത്തിയപ്പോൾ ഹലോ പോണേ ആരെല്ലാം ഹെൽപ്പ് ചെയ്യൂ. അവിടെ എന്തൊക്കെയോ ഇരുമിനാടി നടന്നു കഴിയും. എന്തൊക്കെയോ ഞാൻ അവിടെ ഫയർ വർക്ക് റോക്കറ്റ് എടുത്തിട്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടി. നല്ല ഡിസൈനൊക്കെയാണ്. ഓമേ